സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. 2 തിമോഥെയോസ് അധ്യായം 1 വാക്യം 9. ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. ദൈവം നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 2 തിമോഥെയോസ് 1 അധ്യായം 9 വാക്യത്തിൽ 2 കാര്യങ്ങൾ തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തുകയാണ്. ആദ്യമായി പൗലോസ് തിമോഥെയോസിനെ ഓർപ്പിക്കുന്നത് ദൈവം നമ്മെ രക്ഷിച്ചു എന്നാണ്. ഇത് കാൽവരിയിൽ നടന്ന സംഭവമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ യുഗങ്ങളിലുമുള്ള സകലജാതി ജനങ്ങളെയും പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ക്രിസ്തുനാഥൻ ക്രൂശിന്മേൽ പാപ പരിഹാര ബലിയർപ്പിച്ചു. അങ്ങനെയാണ് നമ്മെ രക്ഷിക്കുവാനിടയായത്. രണ്ടാമതായി ഇവിടെ പറയുന്നത് വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു എന്നാണ്. ഇത് ഒരു സാധാരണ വിളിയല്ല, പ്രത്യുത വിശുദ്ധ വിളിയാണ്. എങ്ങനെയാണ് ഇത് വിശുദ്ധ വിളിയായി മാറുന്നത്? ദൈവം പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് ആ പരിശുദ്ധനായ ദൈവം ആ ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് ആഹ്വാനം ചെയ്യുന്നതിനെ വിശുദ്ധ വിളിയെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്നു. നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് നമ്മെ വിളിക്കുകയും ചെയ്ത ആ ദൈവത്തിൻ്റെ കൃപ നമുക്ക് എല്ലായ്പ്പോഴും ധ്യാനിക്കുവാൻ സാധിക്കണം. ഒരു ദിവസം കൗമാരക്കാരുടെ ഗ്യാങ് ലീഡറായ കേസിയും അനുയായികളും ചേർന്ന് ചില ആക്രമണങ്ങൾ നടത്തുവാനിടയായി. ചില വീടുകൾ, കാറുകൾ, കടകൾ ഒക്കെ ആ ഗ്യാങ് തകർക്കുകയും മറ്റു ഗ്യാങ്ങുകളുമായി പോരടിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ പോലീസ് ഈ ഗ്യാങ് ലീഡറായ കേസിയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. ജയിലിൽ അവൻ അകത്തുള്ള വഴക്കുകളിൽ കത്തികൾ വിതരണം ചെയ്യുന്ന ഒരു ഷോട്ട് കോളറായി, അഥവാ ജയിലിനുള്ളിലെ ഗ്യാങ് ലീഡറായി അവൻ മാറുകയായിരുന്നു. ചില നാളുകൾക്ക് ശേഷം അവനെ ഏകാന്ത തടവറയിലാക്കി. തൻ്റെ സെല്ലിൽ അവൻ വളരെ ദുഃഖത്തോടെ ആയിരുന്നപ്പോൾ തൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ ഓർത്തെടുക്കുവാനിടയായി. ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതും ആണികൾ തറയ്ക്കുന്നതും അവൻ ഒരു ദർശനം പോലെ കാണുവാനിടയായി. ഒപ്പം ഇത് ഞാൻ നിനക്കായി ചെയ്യുന്നു എന്ന ശബ്ദവും ചലച്ചിത്രത്തിലെ സ്ക്രീനിൽ എന്ന പോലെ അവന് ദൃശ്യമായി. അപ്പോൾ തന്നെ കേസി കരഞ്ഞുകൊണ്ട് തറയിൽ വീണ് തൻ്റെ പാപങ്ങളെ ദൈവസന്നിധി ഏറ്റുപറഞ്ഞു. പിന്നീട് അയാൾ തൻ്റെ അനുഭവത്തെക്കുറിച്ച് ഒരു ദൈവദാസനോട് പറയുകയും യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അതായിരുന്നു കേസിയുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറിയത്. ഒടുവിൽ കേസി ക്രിസ്തുവിനെ സ്വീകരിച്ച് ഒരു ദൈവ പൈതലായി മാറുവാനും രൂപാന്തരപ്പെടുവാനും ഇടയായി. തുടർന്ന്
അവൻ ജയിലിലെ തടവുകാരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനായി മാറി. തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്തുന്ന ക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നു. ദൈവം നമ്മെ സകല പാപങ്ങളിൽ നിന്നും രക്ഷിച്ച് തന്നെ അനുഗമിക്കുവാനും സേവിക്കുവാനും വിളിക്കുന്നു. നാം വിശ്വാസത്താൽ അവിടുത്തെ സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി മാറുവാനിടയാകും. ആമേൻ, ആമേൻ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. നിറകോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരാനേ. ഒരു കോടി ജന്മമേ ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവെനിക്കേകിയാലും